പൊടി വറുക്കണം നല്ലോണം. പൊടി നല്ലോണം ചുമക്കെ വറുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മ 1 കിലോ അരിക്ക് 1 തേങ്ങ വെച്ചെങ്കിലും എടുക്കണം. അപ്പോൾ 10 കിലോ അരിയാണെങ്കിൽ 10 തേങ്ങ അങ്ങനെ കണക്കിനെടുക്കണം. അതിൽ പകുതി വറുക്കണം, കുഞ്ഞു കുഞ്ഞു അരിഞ്ഞിട്ട് വറുക്കണം. ബാക്കി ചിരണ്ടിയിട്ട് ശർക്കര നീരിൽ വിളയിച്ചിട്ട് ചേർക്കണം. പിന്നെ അതിൽ ചേർക്കാൻ ഏലക്കായ, ചുക്ക്, ജീരകം ഇതെല്ലാം നമ്മ പൊടിച്ച് ചേർക്കണം. പിന്നെ ശർക്കര 1 കിലോയ്ക്ക് 1 കിലോ വെച്ചാണ് ശർക്കര. അത് ഉരുക്കിയിട്ടാണോ ചേർക്കണം? ഉരുക്കി അരിച്ചെടുക്കണം, എന്നിട്ട് ചേർക്കണം. പിന്നെ അതിന് അണ്ടിപ്പരിപ്പ്, എള്ള്, പിന്നെ കപ്പലണ്ടി ഇടൂല. കപ്പലണ്ടി ഇട്ടാലും പച്ച ചോവ വരും. അത് കാരണം കപ്പലണ്ടി ഇടൂല. തേങ്ങ കുനുകുന വറുത്തിടും, നെയ്യിൽ വറുത്തിടും. ഇതൊക്കെ നോയമ്പ് നോക്കിയിട്ടാണോ? നോയമ്പ് നോക്കാം. എത്ര ദിവസം? അത് നമുക്ക് ഇഷ്ടമുള്ള എങ്ങനെ ഒരു 3 ദിവസമെങ്കിലും നോയമ്പ് നോക്കാം. എന്നിട്ട് ഇപ്പം ഇതുപോലെ ഇങ്ങനെ ഇതിനകത്ത് വെക്കും. നമ്മൾ സാധാ വെള്ളം ഒഴിച്ചാണോ പച്ചവെള്ളം ഒഴിച്ചിട്ടാണോ കുഴക്കണത്? ശർക്കര നീരിലാണ് കുഴക്കണത്. ശർക്കര നീര് ഒഴിച്ചിട്ടാണ് പച്ചവെള്ളം ഒഴിച്ചില്ല, തീർത്ത ജലം ഇതുപോലെ മിക്സ് ചെയ്യും. എല്ലാം കൂടി മിക്സ് ചെയ്യും. എള്ള് വറുത്തി ചേർക്കണം. മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഈ പാകം കണ്ടില്ലേ, പാകം കോരി വെക്കാനുള്ള പാകത്തിൽ പാട തുടച്ച് കനം കുറഞ്ഞ ചെറിയ പാട നോക്കി തുടച്ച് നമ്മൾ അതിലാക്കി 2 സൈഡ് ഇങ്ങനെ കെട്ടി മണ്ണ് കയറാത്ത വിധം കെട്ടണം. ഇങ്ങനെ പാകി നല്ല 1 കനം മുകളിൽ മണ്ണ് വേണം. 1 ഇഞ്ച് മുകളിൽ, ചെമ്പിൻ്റെ മുകളിൽ 1 ഇഞ്ച് കനത്തിൽ മണ്ണ് വേണം. ആദ്യം മണ്ണിലാണല്ലേ ഇടണം, കനലിന്റെ മുകളിലല്ലോ, മണ്ണിലല്ലേ? മണ്ണിലിട്ട് മുകളിൽ തീയും. ഇതൊക്കെ വെച്ച് മൂടിയിട്ട് 8 മണിക്കൂറാണ് ഇതിന്റെ കണക്ക്. 8 മണിക്കൂറാണ് കണക്ക്. 8 മണിക്കൂറാണ്. അപ്പൊ 5 മണിക്കൂർ ഒറ്റ തീയിൽ കിടക്കും. അത് കഴിഞ്ഞ് മറിച്ചിട്ടിട്ട് 3 മണിക്കൂർ കൂടി മറിച്ചിടണം. 5 മണിക്കൂർ കഴിഞ്ഞ് മറിച്ചിട്ടിട്ട് മണലിട്ട് മൂടിയിട്ട് അളവൊക്കെ നോക്കണം. 1 ഇഞ്ച് കനം വേണം മണ്ണ്. എന്നിട്ട് ഒരു 3 മണിക്കൂർ ഒറ്റ തീ കൂടി ഇടും. അത് 3 മണിക്കൂർ കൂടി കിടക്കണം. 3 മണിക്കൂർ കൂടി അതിന് മണ്ണിൽ കിടക്കണം. മറിച്ചിട്ടിട്ട് 1 തീ കൂടി ഇടണം. വീണ്ടും തീ ഇടണം. ആദ്യത്തെ തീ കഴിഞ്ഞ് വീണ്ടും തീ ഇടണം. എന്നിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് മണ്ണക്കാരി കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. അങ്ങനെയാണ് ഇതിൻ്റെ ചെയ്യണത്. ചേച്ചി എന്താണ് പറഞ്ഞത്? ഈന്തപ്പഴം, പിന്നെ കശുവണ്ടി പരിപ്പ്, ഉണക്കമുന്തിരി, എള്ള്. ചേച്ചി എങ്ങനെ ഇത് പഠിച്ചേ? ഞാനിവിടെ എൻ്റെ വീട് ഇവിടെ അടുത്താണ്. അപ്പോൾ ഇവിടെ കുഞ്ഞുനാളിലെ തൊട്ട് കണ്ട് അങ്ങനെ പഠിച്ചു. വഴിപാടാണല്ലേ? വഴിപാടാണ്. നമ്മൾ സുഖമില്ലാതെയൊക്കെ വരുമ്പോൾ നമ്മ ദേവിനെ വിചാരിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ മാറിക്കഴിയുമ്പോൾ ഒന്ന് ഇങ്ങനെ ഞങ്ങൾ തെണ്ടിട്ടേക്കാന്നൊക്കെ കൊണ്ട് പ്രാർത്ഥിച്ച് ചെയ്യും. നമ്മ ഇവിടെ പെരുന്നാൾ പറഞ്ഞിട്ട് തെണ്ടായിട്ട് അമ്പലത്തിന് പ്രദക്ഷിണം വയ്ക്കും. എടുത്തു കഴിഞ്ഞിട്ട് പെരുന്നാൾ പറഞ്ഞ് റെസീറ്റ് എടുത്തിട്ട് അമ്പലത്തിന് പ്രദക്ഷിണം വയ്ക്കും. തെണ്ടായിട്ട് നേർച്ച അല്ലാത്തത് അല്ലാതെ ഇടാവോ? അങ്ങനെ ഇടാം. അല്ലാത്തത് നമുക്ക് കഴിക്കാൻ വേണ്ടി നമുക്കത് നിറയ്ക്കണം. എങ്ങനെയാ നോക്കാട്ട കൊടുത്ത് വെച്ച് ക്ലിയർ ആയിട്ട് എടുക്കണം. ഇപ്പുറത്ത് വേണം കുഴച്ച് മറ്റെല്ലാ ചേരുവയൊക്കെ വറുത്തൊക്കെ ഇട്ട് എല്ലാം കൂടിയിട്ട് കുഴച്ച് ഇങ്ങനെ ആക്കണം. എല്ലാവരെയും കിട്ടാൻ പാടില്ല.
ഉണ്ടാക്കണേന്ന് കൂടി എന്നിട്ടൊന്ന് പറയോ? വെള്ളം ഇത്തിരി കൂടി ഒഴിക്കാം. വെള്ളം ഇത്തിരി ഒഴിക്കാൻ. ഹലോ, ഉള്ളിയാണ് ഈ കാടുകളങ്ങനെ എന്ത് വഴിപാട് ഇവിടെ കോരി ഒഴിക്കുന്ന ഭാഗത്തിലാണ് അത് കുമ്പള് ഇങ്ങനെ കോരി ഒഴിക്കും. അതാണ് അക്കറി. നമ്മളതൊന്നും പഠിക്കും. ഞങ്ങള് വെടിമറിയാണ്. എന്റെ നാട്ടിൽ പോയാ ചെല്ലാണ്. വടക്ക് കവർത്ത് നമ്മളെ ഒഴിച്ചു കൊടുക്കണേ. ഒരു പ്രാണി പെട്ടെന്ന് കെട്ടണത് പറഞ്ഞുകൂടി എടുക്കണോ ഇനി? അത് മാത്രം അല്ല, കെട്ടണത് ഇനി അടുത്തത് എടുക്കണോ? അതെ, അത് മുഴുവൻ കെട്ടി വെച്ചിട്ടോ. അതെ, പാത്രം കാലിയാക്കി വെച്ച് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് നോക്കാം. ഇതെങ്ങനെ ഒരു ഇതുണ്ടാക്കിയിട്ട് അതിൽ മണ്ണ് ഇങ്ങനെ മാറ്റി വെക്കും. അത് ഇടാൻ പാകത്തിന്. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഇതിങ്ങനെ ആക്കിയിടും.
വെക്കാൻ പോകുന്നത് കേട്ടോ. അത് കാണിക്കാവേ. ഇത് അവർ വെക്കാൻ പോകുന്നത്. അതെ, അപ്പം അവർ ആദ്യത്തെ തെണ്ട് വെക്കാൻ പോണെയാണ് അതിങ്ങനെ എല്ലാവരും കൂടെ കൂടി പിടിച്ച് കൊണ്ടുവച്ച് ഓരോന്നായിട്ട് വെക്കും കേട്ടോ. നേർച്ച തണ്ടിടുന്നതേ നേർച്ച ഇടുന്നത് ആരുടെയോ ആ ആളുടെ ലെങ്ത്തിലാണ്. ഹൈറ്റ് എത്ര